അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കര ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഒരു കണ്ണ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവം തന്നെയാണ് കണ്ണ്. കണ്ണിനെ നമ്മൾ സാധാരണ പറയാറുണ്ട്, കണ്ണിൻ്റെ ഇഷ്ടാമണി പോലെ നോക്കണമെന്ന്. ആ വാക്യം തന്നെ കണ്ണിൻ്റെ പ്രസക്തി വിളിച്ചോതുന്നതാണ്. ചേലക്കര ലയൺസ് ക്ലബ്ബ് നിരവധി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടോടെ എടുക്കുന്ന ലയൺസ് ക്ലബ്ബ് നിരവധി ക്ഷേമകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് മെഡിക്കൽ ക്യാമ്പുകൾ. അത്തരം മെഡിക്കൽ ക്യാമ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ണ്. പ്രകാശത്തിലൂടെ ലോകത്തെ അറിയുവാൻ നമുക്ക് കിട്ടുന്ന ഏക അവയവം. കണ്ണില്ലാത്തവനാൽ കണ്ണ് കാഴ്ച പരിമിതപ്പെട്ട ആളുകളുടെ വിഷമം നമ്മൾ ആരും ഈ കൂട്ടത്തിൽ അനുഭവിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പൂർണ്ണമായി അനുഭവിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ചെറിയ കാഴ്ച പിശക് വന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ അത് മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു അവയവമാണ് കണ്ണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കേണ്ട ചുമതല 1.5 മില്യണിൽ അടുക്കുന്ന അംഗസംഖ്യയുള്ള ലയൺസ് ക്ലബിലെ അംഗങ്ങൾ 3 മില്യൺ കണ്ണുകളെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിക്കൊണ്ടാണ് ഇന്ന് പുതിയ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. തികച്ചും സംഘർഷഭരിതമായ ഈ ലോകത്ത് ലയൺസ് ക്ലബിൻ്റെ വിവിധ പരിപാടികൾ ആർക്കാണ്, എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ആവശ്യമെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് ലയൺസ് ക്ലബിനുള്ളത്. ലയൺസ് ക്ലബിൻ്റെ എല്ലാ സേവനങ്ങളും തികച്ചും സൗജന്യമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഏതായാലും ഇത്തരം ഒരു പരിപാടി 2025-26 നടക്കുന്ന ലയൺസ് ക്ലബ്ബ് വളരെ ശക്തമായി തന്നെ അവരുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ണ് ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊന്നും ചേലക്കര ലയൺസ് ക്ലബ്ബ് ഇവിടെ നിർത്തുന്നില്ല. നിരവധി എല്ലാ വർഷവും എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച പെഞ്ഞാനല്ലൂരിലുള്ള അൽഫ പാലിയേറ്റീവ് കളി വെച്ച് ഇത്തരം ചികിത്സകൾ അല്ലെങ്കിൽ ഇത്തരം ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, പ്രത്യേകിച്ച് ക്യാമ്പുകൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നതിൽ ഞാൻ പ്രത്യേകം ആ പുതിയ കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു. നിരവധി കണ്ണു മാത്രമല്ല, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, മറ്റ് സ്കിൻ, അങ്ങനെ തുടങ്ങിയ നിരവധി പദ്ധതികളുമായിട്ടാണ് പുതിയ കമ്മിറ്റി, വളരെ ശക്തമായൊരു കമ്മിറ്റിയാണ് ചേലക്കര ലയൺസ് ക്ലബ്ബിന് 2025-26 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു, ആർക്കാണ് അവരുടെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും ലയൺസ് ക്ലബ്ബ് ലോകത്തിലും ഒന്നാമതാണ്, ഇന്ത്യയിലും ഒന്നാമതാണ്, കേരളത്തിലും ഒന്നാമതാണ്, ചേലക്കരയിലും ഒന്നാമതാണ്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ചേലക്കര ലയൺസ് ക്ലബ്ബ് മിഷൻ 2025-ന്റെ ഭാഗമായിട്ട് സാധാരണ ജനങ്ങളിലേക്ക് എന്ന ഒരു നയവുമായി നമ്മൾ ഇന്നിവിടെ IT's കണ്ണാശുപത്രിയും ചേലക്കര ലയൺസ് ക്ലബ്ബുമായി ചേർന്നുകൊണ്ട് കാഴ്ചയുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന, അത് കാഴ്ച കുറയുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് കൃത്യമായി മനസ്സിലാവുക. അപ്പോൾ അവരെ ഒരു കൈത്താങ്ങായി സഹായിക്കാൻ ചേലക്കര ലയൺസ് ക്ലബ്ബ് തയ്യാറായെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പരിപാടി നമ്മൾ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഗോപിയേട്ടൻ്റെ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന നമ്മുടെ വെങ്ങാനല്ലൂരിലുള്ള സ്ഥാപനത്തിൽ ഇവരെല്ലാ മാസവും സൗജന്യമായിട്ട് ആദ്യത്തെ ഞായറാഴ്ച ഇതിൻ്റെ തുടർ ചികിത്സയും മറ്റുള്ളതും നടത്തുമെന്നാണ് IT's നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അത് എന്തായാലും ഒരു ഉറപ്പാണ്. അപ്പോൾ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് പാലിയേറ്റീവ് കെയർ ഡിസ്ട്രിക്ട് ചെയർമാൻ ഡോക്ടർ VR ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളിലേക്കും ഒരു വിരൽ ചൂണ്ടുന്ന ഒരു പ്രോഗ്രാമിലെ വിഷൻ തിരഞ്ഞെടുത്തത് തന്നെ ഭൂരിഭാഗം ആൾക്കാർക്കും ഇന്ന് സമൂഹത്തിൽ നിന്നുള്ള ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇത് ഡയബറ്റിക് മൂലമുണ്ടാവുന്ന കണ്ണിന് ഉള്ള തിമിരം, അതോടൊപ്പം ഇന്ന് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മയോപ്പിയ, അതുപോലെ തന്നെ ബ്ലഡ് വിഷൻ, അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് നമ്മൾ വളരെയധികം അച്ഛനമ്മമാരെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് ഡിജിറ്റൽ ഐ സിൻഡ്രോം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം.
ഇന്ന് സമൂഹത്തിൽ കുട്ടികളിലും മുതിർന്നവരിലുണ്ട്. ഇത് ആരും അത്ര പരിഗണിച്ചിട്ടില്ല. അത് വലിയൊരു അസുഖമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിലും ഞങ്ങളുടെയൊക്കെ ക്ലിനിക്കുകളിലും അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഒരുപാട് പേര്, പ്രത്യേകിച്ച് കുട്ടികളിൽ, കഴിഞ്ഞ ഈ കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇന്ന് ആശ്രയിക്കുന്നത് പഠനവുമായിട്ട് നമ്മുടെ ഓൺലൈൻ ആയിട്ടുള്ള പഠനം, അതോടൊപ്പം തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ എപ്പോഴും ടി-വിയുടെ മുന്നിലും കമ്പ്യൂട്ടറിന്റെ മുന്നിലും ഇരിക്കുന്ന പഠനവും അതോടൊപ്പം ജോലിയും തന്നെ ഇത് ഈ ഡിജിറ്റലായിട്ടാണ് നമ്മൾ സമൂഹത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ കമ്പ്യൂട്ടർ സ്ക്രീനുകളിലാണ്. ഈ സ്ക്രീൻ മൂലം നമുക്ക് ഡിജിറ്റൽ ഐ സിൻഡ്രോം എന്ന് പറയുന്ന വലിയൊരു വൈകല്യം കുട്ടികളിൽ കാണുന്നുണ്ട്. സെക്രട്ടറി ശശികുമാർ, വൈസ് പ്രസിഡന്റ് മുരളീധരൻ, അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ, രാജഗോപാലൻ നായർ, PRO അനീഷ് കുമാർ, IT's കണ്ണാശുപത്രി PRO മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്യാമ്പുമായിട്ടുള്ള പ്രവർത്തനം ഇതുപോലെയുള്ള സന്നദ്ധ സംഘടനകളുമായി ചേർന്നുകൊണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും മിഷണറീസ് എല്ലാം കൊണ്ടുവന്ന് പരിശോധിച്ച് തിമിരമുണ്ടെന്ന് കണ്ടെത്തുന്ന ആളുകൾക്ക് സർജറിക്കായി ഒരു ദിവസം കൊണ്ടുപോയി എല്ലാ ചെക്കപ്പുകളും ചെയ്ത് പിറ്റേ ദിവസം സർജറി ചെയ്ത് ഇവിടെ തന്നെ കൊണ്ടുവിടുന്നു. ഇത്തരം ഒരു കാരുണ്യ പ്രവർത്തനം എല്ലാ സംഘടനകളോടും ചേർന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്നു. തിമിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃഷ്ണമണിക്ക് പുറകിൽ ജന്മന ഒരു ലെൻസുണ്ട്. ഈ ലെൻസിന്റെ മുകളിൽ പ്രായമാകുമ്പോൾ പാട പിടിച്ച് ഈ ലെൻസ് മൂടുന്നതിനാണ് തിമിരം എന്ന് പറയുന്നത്. ആ ലെൻസിനെ എടുത്തു കളഞ്ഞ് പുതിയ ലെൻസ് വയ്ക്കുന്നതാണ് തിമിരത്തിന്റെ ഓപ്പറേഷൻ. 10% തിമിരമുള്ളപ്പോൾ ഓപ്പറേഷൻ ചെയ്താൽ 90% തിരിച്ച് കാഴ്ച ലഭിക്കും. എന്നാൽ 90% ആയിട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന കാഴ്ചയിൽ തൃപ്തിപ്പെടേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതായത് പ്രവൃത്തിയൊന്നും ഫലം രണ്ടും. പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനം, ഇതുപോലെയുള്ള നമ്മുടെ ലയൺസ് ക്ലബ്ബ് പോലെയുള്ള സംഘടനകൾ ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികളിൽ ഈ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുക എന്നാണ് പറയാനുള്ളത്. ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ നമ്മുടെ ഇഷ്ടത്തിന്, അത് സാധാരണ ഒരു ക്യാമ്പൊക്കെയാണ് അനുവദിച്ചു തരാറ്, നമുക്ക് 12 മാസവും 1 വർഷം തുടർച്ചയായ ഒരു ക്യാമ്പ് അനുവദിച്ചു തന്ന IT's കണ്ണാശുപത്രി മലപ്പുറം PRO ശ്രീ മധുവിനും അദ്ദേഹത്തിൻ്റെ ടീമിനും ചേലക്കര ലയൺസ് ക്ലബിൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. സോണൽ ലേഡി ചെയർപേഴ്സൺ മേരി ഡിക്സൺ, ക്ലബ്ബ് ലേഡി കോർഡിനേറ്റർ VP ജയശ്രീ, സിബി ജോർജ്, ശ്രീദീപ മുരളീധരൻ, അഭിലാഷ്, അമ്പിളി സുനിൽ, ലത സുരേഷ്, സ്നേഹജ രാജേഷ്, സീന അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചേലക്കര ലയൺസ് ക്ലബിന്റെയും IT's കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തിയത്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.